സോ ഡിഫ്രാക്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഡിഫ്രാക്ഷൻ എന്താണെന്ന് പറഞ്ഞു, ഡിഫ്രാക്ഷൻ എങ്ങനെയാണ് കാണുന്നതെന്ന് പറഞ്ഞു. സെൻട്രലി ഒരു മാക്സിമം റീജിയൻ ഉണ്ട്. ആ മാക്സിമത്തിൻ്റെ തൊട്ടപ്പുറത്ത് ആയിട്ട് രണ്ട് സൈഡിലും ഒരു മിനിമം ഉണ്ട്. ദെൻ എഗെയിൻ ഒരു സെക്കൻഡറി മാക്സിമം വരും. അത് കഴിഞ്ഞ് രണ്ട് മിനിമം രണ്ട് സൈഡിലും വരും. അങ്ങനെയാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. അതായത് ഇതാണ് നമ്മുടെ സ്ക്രീനെങ്കിൽ സെൻറ്ററിൽ നമുക്കൊരു മാക്സിമം റീജിയൻ വരും. അത് കഴിഞ്ഞിട്ട് ഈ വന്ന് ടച്ച് ചെയ്തൊരു മിനിമം, ദെൻ എഗെയിൻ മാക്സിമം, മിനിമം, ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് നമുക്ക് ഡിഫ്രാക്ഷൻ കിട്ടുന്നത്. ഇനി ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം നോക്കാം. നമുക്കറിയാം ഇൻ്റർഫറൻസ് വഴി നമുക്കറിയാം പാത്ത് ഡിഫറൻസ്. നമ്മുടെ കേസ് എന്താണ്? നമുക്ക് ഒരു സ്ലിറ്റ് ഉണ്ട്. ഈ സ്ലിറ്റിൽ നിന്ന് സ്ക്രീനിൽ ലൈറ്റ് കിട്ടുന്നു. അപ്പം നമ്മളൊരു പോയിൻ്റ് പി കൺസിഡർ ചെയ്യുകയാണ്. ഈ സ്ക്രീനിലുള്ള ഏതോ ഒരു പോയിൻ്റ്. ആ പോയിന്റിൽ മാക്സിമം ആണോ മിനിമം ആണോ സെൻട്രൽ മാക്സിമം ആണോ എന്താണ് നമ്മൾ നോക്കാൻ പോവുക. അങ്ങനെ നോക്കണമെങ്കിൽ ഈ പിയിൽ വേവ്സ് എത്തണം. നമുക്കറിയാം സോഴ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വേവ് ഫ്രണ്ട് ഇവിടെ വരെ എത്തും. വേവ് ഫ്രണ്ടിൽ ഓരോ പോയിൻറ്റും സോഴ്സായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങേ അറ്റത്തുനിന്ന് ഒരു സോഴ്സിൽ നിന്നൊരു വേവ് ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. ഒരു വേവ് പോരാ, മിനിമം 2 വേവ്സ് വേണം. ഇനി ഇങ്ങേ അറ്റത്തുനിന്ന് ഒരു വേവും അവിടെ എത്തിയെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഈ രണ്ട് പോയിൻറ്റ്സിന് സപ്പോസ് ഫസ്റ്റ് എൻ പോയിൻറ്റിന് എം എന്നും സ്ലിറ്റിൻ്റെ രണ്ട് എൻസിനെ എം എൻ എന്ന് വിളിച്ചെന്ന് വെച്ചു. അപ്പം എമ്മിൽ നിന്ന് ഒരു വേവും എന്നിൽ നിന്ന് ഒരു വേവും പിയിലെത്തി. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്നറിയാൻ നമുക്ക് ഐദർ പാത്ത് ഡിഫറൻസ് വേണം അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് വേണം. ഇവിടുത്തെ പാത്ത് ഡിഫറൻസ് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ വേവുകൾ സഞ്ചരിച്ച ദൂരത്തിൻ്റെ ഡിഫറൻസ്. പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ ഈ എന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത വേവാണ് കൂടുതൽ ദൂരം സഞ്ചരിച്ചത്. അതായത് ഇറ്റ് ഈസ് എൻ പി മൈനസ് രണ്ടാമത്തേതോ എമ്മിൽ നിന്നുള്ള വേവ്, ദാറ്റ് ഈസ് എം പി. ഈ എൻ പി മൈനസ് എം പി എന്താ നോക്കാം. എൻ പി മൈനസ് എം പിയുടെ ഡിഫറൻസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എത്തിയ വേവ്സിൻ്റെ പാത്തിൻ്റെ ഡിഫറൻസ് കിട്ടും. ആ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല, എങ്കിലും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എ സൈൻ തീറ്റ എന്നാണ് കിട്ടുന്നത്. ആൻഡ് ഓൾസോ സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ എടുക്കുകയാണെങ്കിൽ അത് ഈസ് ഈക്വൽ ടു എ തീറ്റ എന്ന് കിട്ടും. അതായത് എമ്മിൽ നിന്നും എന്നിൽ നിന്നും പുറപ്പെട്ട രണ്ട് വേവ്സ് പിയിലെത്തുമ്പോൾ അവിടെ ഈ രണ്ട് വേവുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എ ഇൻറ്റു തീറ്റ. അവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എം എന്ന് പറയുന്ന പോയിൻറ്റും എൻ എന്ന് പറയുന്ന പോയിൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ആക്ച്വലി അത് നമ്മുടെ സ്ലിറ്റിൻ്റെ വിഡ്ത്താണ്. ബട്ട് ഈ ഒരു സ്പെസിഫിക് കേസിൽ രണ്ട് സോഴ്സുകൾ നമ്മൾ കൺസിഡർ ചെയ്തു. രണ്ട് സോഴ്സിൽ നിന്ന് രണ്ട് വേവ്സ് പിയിലെത്തി. ആ സോഴ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എ എന്ന് പറയുന്നത്. ഇനി തീറ്റ എന്താണെന്ന് ചോദിച്ചാൽ തീറ്റ ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ പോയിൻറ്റ് പി വിത്ത് സെൻറ്റർ പോയിൻറ്റുമായിട്ട് പോയിൻറ്റ് പി മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. സോ ഒരു പോയിൻറ്റ് പിയിലുള്ള രണ്ട് വേവുകളുടെ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എ തീറ്റ, വെയർ സോ ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ടു വേവ്സ്, പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സസ്. രണ്ട് വേവുകൾ പ്രൊഡ്യൂസ് ചെയ്ത സോഴ്സ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ഓഫ് വേവ്സ് ഇൻറ്റു തീറ്റ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അത് കിട്ടാൻ കാരണം മുമ്പേ നമ്മൾ കണ്ട സെയിം കാര്യമാണ്. പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എ തീറ്റ. സോ ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ് ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്യാൻ പോവാണ്. നമുക്കറിയാം പാത്ത് ഡിഫറൻസിന് രണ്ട് കണ്ടീഷനാണ് നമ്മൾ ഇൻ്റർഫറൻസിൽ പഠിച്ചത്. ഐദർ അത് എൻ ലാംഡയാവാം. എൻ ലാംഡ എന്ന് പറഞ്ഞാൽ പാത്ത് ഡിഫറൻസ് ഒന്നെങ്കിൽ ഒരു വേവ് ലെങ്ത് ആവാം, അല്ലെങ്കിൽ രണ്ട് വേവ് ലെങ്ത് ആകാം, 3 വേവ് ലെങ്ത് ആകാം, അങ്ങനെ. ഇനി അടുത്ത നമുക്കറിയാവുന്ന ഒരു കണ്ടീഷനാണ് എൻ പ്ലസ് ഹാഫ് ലാംഡ. അതായത് ലാംഡ ബൈ 2. ഫസ്റ്റ് വൺ ലാംഡ ബൈ 2. n 0 കൊടുത്തു കഴിഞ്ഞാൽ ഹാഫ് ലാംഡ, 3/2 ലാംഡ, 5/2 ലാംഡ. അതായത് ഒന്നെങ്കിൽ ലാംഡകളാവാം, ലാംഡ ആവാം 2 ലാംഡ, 3 ലാംഡ, ലാംഡയുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ്.
അല്ലെങ്കിൽ λ/2ൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ്. അതും ഇൻ്റഗ്രലും ഇല്ല, ഓഡ് λ/2. ഒരു ലാംഡയ്ക്കും 2 ലാംഡയ്ക്കും ഇടയ്ക്ക് ഒരു λ/2 ഉണ്ട്. 3/2 ലാംഡ, 5/2 ലാംഡ, അങ്ങനത്തെ വാല്യൂസ്. ഈ രണ്ട് കണ്ടീഷനാണ് നമ്മൾ ഇൻ്റർഫറൻസിൽ പഠിച്ചത്. n ലാംഡ ആണെങ്കിൽ കൺസ്ട്രക്റ്റീവാണ്, n+12 ലാംഡ ആണെങ്കിൽ ഡിസ്ട്രക്റ്റീവാണ്. ഇങ്ങനെ രണ്ട് കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കേസായിട്ട് നമ്മൾ എടുത്ത് നോക്കുവാണ്, if path difference is equal to n lambda. പാത്ത് ഡിഫറൻസ് n ലാംഡ ആണെങ്കിലോ അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. അതിൽ തന്നെ n ഈസ് ഈക്വൽ ടു 1 എടുത്താലോ, അതായത് പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ലാംഡ. നമുക്കറിയാം പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? a തീറ്റയാണ്. a തീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ. അതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? തീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ a. സോ ഈ ഒരു കണ്ടീഷൻ നമ്മൾ എടുക്കാം. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്തു പാത്ത് ഡിഫറൻസ് n ലാംഡയുടെ കേസുകൾ എടുക്കാം. അതിൽ തന്നെ ഫസ്റ്റ് n-ന് 1 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പാത്ത് ഡിഫറൻസ് എന്ത് വരും? ലാംഡ. നമ്മളിതിന് മുന്നേ കൺസിഡർ ചെയ്തിട്ടുണ്ട് പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ a തീറ്റയാണ്. a തീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയാണ്? λ/a. സോ നമുക്കിപ്പോൾ അറിയാവുന്ന കാര്യം തീറ്റ ഈസ് ഈക്വൽ ടു λ/a. ഈ ഒരു കാര്യം നമുക്കറിയുള്ളൂ. ഇതിനെ നമ്മളിനി ഫർദർ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് ഡിറൈവ് ചെയ്യുമല്ല. ഈ ഒരു കണ്ടീഷൻ നമ്മൾ നമ്മുടെ സ്ലിറ്റിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇങ്ങനൊരു കേസ് അവിടെ ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം? സോ നമ്മുടെ എ വിട്ടുള്ള സ്ലിറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പം ഫസ്റ്റ് ഹാഫിന് എത്രയുണ്ട് വിട്ട്? ഇതൊരു a/2 ഉണ്ട്, ഇതും ഒരു a/2 ഉള്ള രണ്ട് പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമ്മുടെ സ്ക്രീൻ എവിടെയുണ്ട്? ഇതാണ് പോയിന്റ് പി. ഈ പോയിന്റ് പിയിൽ നിന്നും ഫസ്റ്റ് പോയിന്റ്, അതായത് നമ്മുടെ വിട്ടിൻ്റെ ആദ്യത്തെ പോയിന്റിൽ നിന്നൊരു വേവ് ചെന്നെന്ന് വിചാരിക്കുക. അതായത് അത് ഫസ്റ്റ് ഹാഫിലെ പോയിന്റാണ്. അടുത്തതായിട്ട് ഈ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നവിടത്തുനിന്ന് ഒരു വേവും ചെന്നെന്ന് വിചാരിക്കുക, തുടങ്ങുന്നവിടത്തുനിന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പോയ ഈ രണ്ട് വേവുകൾ തമ്മിലുള്ള സോഴ്സിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? ആദ്യത്തെ വേവ് ഫസ്റ്റ് ഹാഫിൻ്റെ ഫസ്റ്റ് പോയിന്റ്, രണ്ടാമത്തെ വേവ് സെക്കൻഡ് ഹാഫിൻ്റെ ഫസ്റ്റ് പോയിന്റ്. അത് തമ്മിലുള്ള ദൂരം എത്രയാണ്? ഇറ്റ് വിൽ ബി a/2. ഇത് തമ്മിലുള്ള ദൂരം a/2. അടുത്ത ഇവിടുത്തെ രണ്ടാമത്തെ പോയിന്റ് ഒന്ന് എടുത്തു വെച്ചോ. ഇവിടുത്തെ രണ്ടാമത്തെ പോയിന്റും അത് തമ്മിലുള്ള ദൂരം എത്ര തന്നെയാണ്? a/2 ആണ്. ആദ്യത്തെ ഹാഫിലെ മൂന്നാമത്തേതും ഇവിടുത്തെ മൂന്നാമത്തേതും എത്രയായിരിക്കും ദൂരം? a/2. അതായത് ഈ നമ്മുടെ സ്ലിറ്റിൽ ഫസ്റ്റ് ഹാഫിലുള്ള ഓരോ പോയിന്റിനും a/2 ദൂരത്തിൽ വേറൊരു പോയിന്റ് സെക്കൻഡ് ഹാഫിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയുള്ള വേവുകളെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ തീറ്റ λ/a ആണ്. ഇനി എന്താണ് പാത്ത് ഡിഫറൻസ്? നമുക്കറിയാം പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ഇൻറ്റു തീറ്റ എന്ന് നമ്മൾ പറഞ്ഞു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ഇൻറ്റു തീറ്റ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത ഓരോ വേവിൻ്റെയും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് എത്രയാണ്? a/2 ആണ്. ആൻഡ് ഓൾസോ തീറ്റ എത്രയാണ്? λ/a ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് വാല്യൂ λ/2 എന്ന് കിട്ടും. അതായത് ഇങ്ങനെ രണ്ട് വേവുകൾ പിയിൽ ചെന്നാൽ അവയുടെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് λ/2 ആണ്. എന്താണ് പാത്ത് ഡിഫറൻസ് λ/2 വരിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ക്യാൻസൽ ചെയ്തു പോകും. അല്ലെങ്കിൽ ഇൻ്റർഫറൻസിൻ്റെ ടേംസിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഫോർ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. അതായത് പി എന്ന് പറയുന്ന പോയിന്റിൽ ഈ രണ്ട് വേവുകൾ കൊണ്ട് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. ഏത് രണ്ട് വേവ്? a/2 ദൂരത്തിലിരിക്കുന്ന രണ്ട് വേവുകൾ കൊണ്ട് പിയിൽ യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല. ഇനി നമ്മൾ സെക്കൻഡ് കേസ് എടുത്ത് നോക്കുവാണ്. നെക്സ്റ്റ് കേസ്, അതായത് n ഈസ് ഈക്വൽ ടു 2 കൊടുത്തു. അതായത് a തീറ്റ ഈസ് ഈക്വൽ ടു 2 ലാംഡ. അതിൽ നിന്ന് തീറ്റയുടെ വാല്യൂ എത്ര കിട്ടും? 2 λ/a എന്ന് കിട്ടും. ഇതിനെയും നമ്മൾ എങ്ങനെ ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനുവേണ്ടി നമ്മുടെ സ്ലിറ്റിനെ നമ്മൾ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 3, 4, 1, 2, 3, 4. ഓരോന്നിൻ്റെ വിഡ്ത്ത് എത്രയായിരിക്കും? ഈക്വൽ പാർട്സ് ആയിട്ട് a വിഡ്ത്തുള്ള സ്ലിറ്റിനെ ഡിവൈഡ് ചെയ്താൽ ഓരോന്നും a/4 ആയിരിക്കും. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞ അതേ ലോജിക്ക് ഈ ഫസ്റ്റ് ഹാഫിലുള്ള ഓരോ പോയിന്റിനും a/4 ദൂരത്തിൽ
സെക്കൻഡ് ഹാഫ് അല്ല 1/4 a/4 ദൂരത്തിൽ വേറൊരു പോയിന്റ് ഉണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ഓരോ പോയിന്റിനും a/4 ദൂരത്തിൽ ഒരു പോയിന്റ് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ രണ്ട് 1/4 കൺസിഡർ ചെയ്താലോ, അതിനും അതുപോലെ തന്നെ ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് a/4 ദൂരത്തിൽ വേറൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റുകളുടെ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ഇൻറ്റു തീറ്റ. എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ്? അത് a/4 ആണ് ഇവിടെ. ഇൻറ്റു വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് തീറ്റ? 2λ ഡിവൈഡ് ബൈ a. ഇവിടെയും എയും കട്ട് ചെയ്ത് പോവും. അവസാനം എന്തെന്ന് വരും? ഇറ്റ് ഈസ് ഈക്വൽ ടു λ/2. ആ വേവുകളും എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഈ 4 പാർട്ടുകളും എന്ത് ചെയ്തു പോകും? ഈ 4 പാർട്ടിൻ്റെയും കോൺട്രിബ്യൂഷൻ 0 ആയി പോകും. അവിടെയും ഒന്നും സംഭവിക്കുന്നില്ല. ഇനി അടുത്ത കേസ് നമുക്കിതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാമല്ലോ. n ഈസ് ഈക്വൽ ടു 3 എടുക്കുക, a തീറ്റ ഈസ് ഈക്വൽ ടു 3λ. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 3λ ഡിവൈഡഡ് ബൈ a. ഇനി എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്ലിറ്റിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണം? 6 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 1 2 3 4 5 6 6 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്താണ്? ഓരോന്നും a/6 ദൂരമാണ് ഓരോന്നിൻ്റെയും വിട്ട്. അതുപോലെ രണ്ട് എണ്ണങ്ങളിലെ a/6 ദൂരത്തിലുള്ള പോയിന്റുകളിൽ നിന്നുള്ള വേവുകൾ പിയിലെത്തുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും. അതെങ്ങനെ പോകും? പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു a/6 ഇൻറ്റു വാട്ട് ഈസ് തീറ്റ? 3λ/a. ദാറ്റ് ഈസ് ഈക്വൽ ടു λ/2. അതായത് ഇൻ ജനറൽ nλ പാത്ത് ഡിഫറൻസ് എന്ന് എടുത്താൽ ദർ ഈസ് നോ കോൺട്രിബ്യൂഷൻ. അല്ലെങ്കിൽ nλ ഉള്ള ഓരോന്നും എന്തേ തരുള്ളൂ? ഒരു മിനിമമാണ് തരുന്നത്. അതാണ് സെക്കൻഡ് കേസ്. ജനറൽ കണ്ടീഷൻ ഫോർ സെക്കൻഡറി മിനിമ. ജനറൽ കണ്ടീഷൻ ഫോർ സെക്കൻഡറി മിനിമ. ഓക്കെ, ഡിവൈഡ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഡിവൈഡ് സ്ലിറ്റ് ഇൻറ്റു ഫസ്റ്റ് കേസ് 1 ഫസ്റ്റ് മിനിമം എപ്പോഴാണ്? n ഈസ് ഈക്വൽ ടു 1. അതായത് നമ്മുടെ a തീറ്റ ഈസ് ഈക്വൽ ടു nλ എന്നുള്ള കണ്ടീഷൻ കൊടുത്തു. n ഈസ് ഈക്വൽ ടു 1 കൊടുത്താൽ a തീറ്റ ഈസ് ഈക്വൽ ടു λ. ഫസ്റ്റ് പോയിന്റ് എന്താ? ഫോർ എവറി പോയിന്റ് ഇൻ ദ ഫസ്റ്റ് ഹാഫ് ദർ ഈസ് എ കറസ്പോണ്ടിങ് പോയിന്റ് ഇൻ ദ സെക്കൻഡ് ഹാഫ് അറ്റ് എ ഡിസ്റ്റൻസ് a/2. ഇനി പാത്ത് ഡിഫറൻസ് എന്താണ്? a/2 ഇൻറ്റു തീറ്റ. ഈ കേസിലാണ് a/2, കാരണം ഓരോ പോയിന്റും a/2 ദൂരത്തിലാണ്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് തീറ്റ? λ/a. a/2 തീറ്റ ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടി? λ/2 എന്ന് കിട്ടും. ഇത് സ്ലിറ്റ് ഡിവിഷൻ്റെ ഒരു ഫിഗർ തന്നേക്കുവാണ്. നമ്മുടെ സ്ലിറ്റിനെ 2 a/2കളായിട്ട് ഡിവൈഡ് ചെയ്തു. a വിട്ടുള്ള സ്ലിറ്റാണ്. 2 a/2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. a/2 ദൂരത്തിൽ ഈ ഫസ്റ്റ് ഹാഫിലുള്ള ഓരോ പോയിന്റിനും a/2 ദൂരത്തിൽ ആരുണ്ട്? വേറൊരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റുകളെല്ലാം എന്തേ കോൺട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ? മിനിമമേ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. അതായത് ഇവ തമ്മിൽ ഇൻ്റർഫിയർ ചെയ്യുവാന്ന് വെച്ചോ പി എന്ന് പറയുന്ന റീജിയണിൽ. അപ്പോൾ അവരുടെ പാത്ത് ഡിഫറൻസ് നമുക്ക് λ/2 എന്ന് കിട്ടും. അതായത് ദേ ഇൻ്റർഫിയർ ഡിസ്ട്രക്റ്റീവ്ലി. ഇനി സെക്കൻഡ് കേസ് n ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ആ കേസിൽ എത്ര കിട്ടുള്ളൂ? λ/2 എന്ന് കിട്ടും. അതും കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്സ് ക്യാൻസൽ ഔട്ട്, തേർഡ് ആൻഡ് ഫോർത്ത് പാർട്ട് ക്യാൻസൽ ഔട്ട്. ഏത് ജനറൽ ആയിട്ട് ചെയ്താലോ? ഇൻ ജനറൽ ഡിവൈഡ് സ്ലിറ്റ് ഇൻറ്റു 2n ഈക്വൽ പാർട്സ്. 2n ഈക്വൽ പാർട്സ് ആവണം. ഓൾ പെയേഴ്സ് ക്യാൻസൽ ഇൻ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് കംപ്ലീറ്റ്ലി. പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു a തീറ്റ ഈക്വൽ ടു nλ ആൻഡ് തീറ്റ ഈസ് ഈക്വൽ ടു nλ/a. അതെന്താണ്? കണ്ടീഷൻ ഫോർ മിനിമം. സോ സമ്മറി, പാത്ത് ഡിഫറൻസ് a തീറ്റ ഈസ് ഈക്വൽ ടു nλ. ഇതാണ് മിനിമം ആവാനുള്ള കണ്ടീഷൻ. ഓക്കെ ആണല്ലോ? സോ ഇതാണ് ജനറൽ കണ്ടീഷൻ ഫോർ സെക്കൻഡറി മിനിമ.